ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി രേഷ്മി ചിക്കൻ കറി അഥവാ പട്ടുപോലെയുള്ള ചിക്കൻ കറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് 900 ഗ്രാം ചിക്കൻ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഇതിക്ക് ചേർക്കാൻ. പിന്നെ 1 പച്ചമുളക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നാരങ്ങൻ്റെ പകുതി കുരുവൊന്നുമില്ലാതെ ഇതിക്ക് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ട ഇതിക്ക് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം തന്നെ കൂട്ടി മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 10-15 എണ്ണം കാണും. അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്നും മാറി കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അതാ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചെടുക്കുക, നന്നായി പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ 2 പട്ട, 2-3 ഏലക്കായ, പിന്നെ കറാമ്പൂന്നൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ മിക്സിൻ്റെ അടിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫ്രിഡ്ജിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ച ആ ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ടാവും. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ മിക്സ് പാൻക്കൊന്നും ചേർക്കണില്ല, വേറെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇതിലുള്ളത് തന്നെ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചിക്കൻ മസാല കൂട്ടിയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിൻ്റെ മിക്സിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഈ ചിക്കൻ വേവാനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലെ എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർക്ക് ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വല്ല കനലോ അല്ല ചാർക്കോളോ ഒക്കെ കനലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ അടച്ച് വെക്കുക. നമ്മൾ ആ സ്മോക്കൊക്കെ ആ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി വേവിക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ അതാ ചെറിയ ചൂടോടെ നമുക്ക് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. റൊട്ടിയുടെ കൂടെ അല്ല ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം ഇതിൽ നമ്മൾ അധികം എരിവൊന്നും ചേർത്തിട്ടില്ല, മുളകൊന്നും ചേർത്തെടുത്തിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.